കുഞ്ഞുങ്ങളുടെ വായും പല്ലുകളും എങ്ങനെയാണ് കെയർ ചെയ്യേണ്ടതെന്ന് അറിയാമോ? പാല് കുടിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വൃത്തിയായ ഒരു തുണിയോ കോട്ടണോ ചെറു ചൂടുവെള്ളത്തിൽ മുക്കി വായും മോണയും തുടയ്ക്കുന്നത് കുട്ടികളിലെ വായിലെ പൂപ്പൽ ബാധ ഉണ്ടാകാതിരിക്കാൻ സഹായിക്കും. ആദ്യത്തെ 6 മാസം കഴിയുമ്പോഴേക്കും കുഞ്ഞിപ്പല്ലുകൾ വന്നു തുടങ്ങും. അതും താഴത്തെ മുൻവശത്തെ 2 കുഞ്ഞിപ്പല്ലുകളാണ് ആദ്യം വരുന്നത്. അങ്ങനെ 2.5 മുതൽ 3 വയസ്സ് വരെ വായിലെ 20 പല്ലുകളും ഉണ്ടാകുന്നു. ഇനി പല്ലുകൾ വരുന്ന സമയത്ത് കുട്ടികളുടെ വായിൽ കൂടുതലായി ഉമ്മുനീരുണ്ടാകുന്നത്, മോണയിലെ വീർപ്പ്, കട്ടിയുള്ളതും വിരലുകളും കടിക്കാനുള്ള പ്രവണത, നിർത്താതെയുള്ള കരച്ചിൽ, ആഹാരം കഴിക്കാതിരിക്കുക, പെട്ടെന്നുള്ള പനി, വയറിളക്കം എന്നിവ പല്ലുകൾ വരുന്നതിനെ സൂചിപ്പിക്കുന്നു. ആ സമയത്ത് മോണയിൽ വേദനയും അനുഭവപ്പെടാം. അധികമായ പനിയോ വയറിളക്കമോ അസ്വസ്ഥതയോ കാണപ്പെടുന്നുണ്ടെങ്കിൽ ഡോക്ടറെ സമീപിക്കേണ്ടതാണ്. പല്ലുകൾ പുറത്തു വരുമ്പോൾ അസ്വസ്ഥത ഒഴിവാക്കാനായി ടീത്ത് ടോയ്സും സിലിക്കോൺ ടൂത്ത് ബ്രഷും ഒക്കെ ഉപയോഗിച്ചു തുടങ്ങാം. അതോടൊപ്പം മുതിർന്നു വരുന്ന കുട്ടികൾ ആഹാരത്തിന് ശേഷം വായ കഴുകുന്നുണ്ടോ എന്ന് മാതാപിതാക്കൾ ശ്രദ്ധിക്കണം. പറഞ്ഞു പോകേണ്ട പല്ലുകളാണ് എന്ന് കരുതി കുട്ടികളുടെ വായിലെ കേടുകൾ അവഗണിക്കാതിരിക്കുക. ഞാൻ ഡോക്ടർ ഷെറിൻ. കൂടുതൽ ഡെന്റൽ റിലേറ്റഡ് അറിവുകൾക്കായി എക്കോ ഡെന്റൽ ഫോളോ ചെയ്യുക.